ഇന്ന് നമ്മൾ നോക്കാൻ പോവുക പ്രൊഫൈൽ പ്രൊജക്ടർ എന്ന് പറയുന്ന ഒന്നാണ്. അപ്പോൾ പ്രൊഫൈൽ പ്രൊജക്ടർ കുറേ കാര്യങ്ങളിൽ സിമിലർ ആയിട്ടുള്ള ഒന്നാണ് ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പുമായിട്ട് നോക്കുമ്പോൾ. ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പിൽ നമ്മൾ കണ്ടു ഒരു ഷാഡോ ഇമേജ്, സ്ക്രൂ ത്രെഡിൻ്റെ ഒരു ഷാഡോ ഇമേജ് ഐ പീസിൽ കൂടെ കാണുന്നു. ദെൻ ഐ പീസിൽ ഒരു സ്ക്രീൻ ഉണ്ടാകും, ആ സ്ക്രീനിൽ ഒരു ക്രോസ് ലൈൻ ഒക്കെ ഉണ്ടാകും. ദെൻ ക്രോസ് ലൈൻ ഇൻക്ലൈൻ ചെയ്തും ക്രോസ് ലൈൻ്റെ ലൊക്കേഷൻ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടൊക്കെ എങ്ങനെ മെഷർമെൻറ്റ് എടുക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇവിടെയും അതുമായിട്ടുള്ള സിമിലർ എന്ന് പറഞ്ഞാൽ വ്യത്യാസം വരുന്നത് ഇവിടെ ആ ഷാഡോ ഇമേജിനെ മാഗ്നിഫൈ ചെയ്ത് ഒരു വലിയ സ്ക്രീനിലാക്കി കാണിച്ചു തരുന്നതാണ് പ്രൊഫൈൽ പ്രൊജക്ടർ. ആ സ്ക്രീനിൽ ക്രോസ് ലൈൻ ഉണ്ടാകും, ആ സ്ക്രീനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ അതോടൊപ്പം തന്നെ വർക്ക് ടേബിളിനെ മൂവ് ചെയ്തുകൊണ്ട് ക്രോസ് ലൈന് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ സെറ്റ് ചെയ്തുകൊണ്ട് മെഷർമെൻറ്റ്സ് എടുക്കാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പുമായിട്ട് ചെറിയൊരു സാമ്യം പ്രൊഫൈൽ പ്രൊജക്ടറുണ്ട്. അപ്പോൾ പ്രൊഫൈൽ പ്രൊജക്ടറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് ഡിസ്പ്ലേസ് ദ മാഗ്നിഫൈഡ് ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓൺ ആൻ അപ്രോപ്രിയേറ്റ് വ്യൂയിങ് സ്ക്രീൻ. അപ്പോൾ നമുക്ക് ഒരു വർക്ക് പീസ് അതല്ലെങ്കിൽ ഒരു സ്ക്രൂ ത്രെഡ്, അപ്പോൾ അതിൻ്റെ ഒരു മാഗ്നിഫൈഡ് ഇമേജ് ആയിട്ടായിരിക്കും നമുക്ക് സ്ക്രീനിൽ വിസിബിൾ ആവുക. അപ്പോൾ അതുകൊണ്ട് ചെറിയ സ്ക്രൂ ത്രെഡ് ആണ് എങ്കിൽ അതിൻ്റെ ഫോം, അതുമാത്രമല്ല ആ സ്ക്രൂ ത്രെഡിൻ്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മാഗ്നിഫൈ ചെയ്തൊരു വലിയ സ്ക്രീനിൽ വിസിബിൾ ആകും. The magnified image serves as an aid to more precise determination of dimension, form, etc. ഈ കാണുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഇവിടെ വ്യൂ ചെയ്യുന്ന ആ സ്ക്രീൻ അത് ഈ ഒരു സൈഡിലാണ്. അതോടൊപ്പം തന്നെ മറ്റു പല അറേഞ്ച്മെൻറ്റ്സും നമുക്ക് കാണാം. അപ്പോൾ എനിവേ ഇവിടെ ലൈറ്റ് സോഴ്സ് വർക്ക് ടേബിളിൽ കൂടെ കടന്ന് അത് മിറർ വഴി റിഫ്ലക്റ്റ് ചെയ്ത് മാഗ്നിഫൈ ചെയ്ത് സ്ക്രീനിൽ കാണുന്നു. ഇവിടെയും വർക്ക് ടേബിൾ എന്ന് പറയുന്നൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ് ആയിരിക്കും. അപ്പോൾ അതിന് മുകളിലായിട്ടായിരിക്കും നമ്മൾ സ്ക്രൂ ത്രെഡ് സെറ്റ് ചെയ്യുക. ദെൻ ഇവിടെയും വർക്ക് ടേബിളിനെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി മൈക്രോമീറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വർക്ക് ടേബിളിൻ്റെ ഷാഡോ ഇമേജ് നമ്മൾക്ക് ഇത്തരത്തിൽ മിറേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മാഗ്നിഫൈ ചെയ്ത് ഒരു സ്ക്രീനിൽ കാണാം. അപ്പോൾ നമുക്കൊരു ഐ പീസിൻ്റെ ആവശ്യമില്ല, സ്ക്രീനിൽ കൂടെ നമുക്ക് ഡയറക്റ്റ് ആ സ്ക്രൂ ത്രെഡിൻ്റെ ഇമേജ് കാണാൻ സാധിക്കും. ഇതിന് ഈ കാണുന്നതാണ് പ്രൊഫൈൽ പ്രൊജക്ടർ. അപ്പോൾ ഇവിടെ ഇതാണ് സ്ക്രീൻ, ഈ കാണുന്നതാണ് വർക്ക് ടേബിൾ. ഇവിടെ നമുക്ക് 2 മൈക്രോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് ടേബിളിനെ നമുക്ക് ഇങ്ങനെയും അതോടൊപ്പം തന്നെ ഇങ്ങനെയും മൂവ് ചെയ്യാം. ഈ കാണുന്നതാണ് ഒരു സ്ക്രൂ ത്രെഡ്, അത് മാഗ്നിഫൈ ചെയ്ത് നമുക്ക് ഇത്തരത്തിൽ ഒരു വലിയ സ്ക്രീനിൽ കാണാൻ സാധിക്കും. The profile projector consists of a glass table. The object to be projects is to be placed on the glass table either directly or with the help of a suitable fixtures depending upon the type of job. അപ്പോൾ നമ്മൾ വർക്ക് ടേബിൾ എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ടേബിളാണ്. അതിന് മുകളിലായിട്ടായിരിക്കും നമ്മുടെ സ്പെസിമെൻ അല്ലെങ്കിൽ സ്ക്രൂ ത്രെഡ് പ്ലേസ് ചെയ്യുക. സ്ക്രൂ ത്രെഡ് നമുക്കത് ഫിക്സ് ചെയ്യാവുന്ന ഫിക്സ്റ്റേഴ്സും ഈ വർക്ക് ടേബിളിൽ അവൈലബിൾ ആയിരിക്കും. ദെൻ ദ ടേബിൾ ഈസ് എക്യുപ്ഡ് വിത്ത് 2 മൈക്രോമീറ്റേഴ്സ്. ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പിലെ പോലെ തന്നെ പ്രൊഫൈൽ പ്രൊജക്ടറിലും വർക്ക് ടേബിളിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി 2 മൈക്രോമീറ്റേഴ്സ് ഉണ്ടാകും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോമീറ്റേഴ്സ് the movement of the glass table in turn image can be precisely registered. അപ്പോൾ നമുക്ക് വർക്ക് ടേബിളിനെ മൂവ് ചെയ്തുകൊണ്ട് വർക്ക് ടേബിളിന് മുകളിലുള്ള സ്ക്രൂ ത്രെഡിനെ മൂവ് ചെയ്യിക്കാൻ സാധിക്കും. അങ്ങനെ സ്ക്രൂ ത്രെഡിനെ മൂവ് ചെയ്യിപ്പിക്കുന്ന ഗുണം എന്താണ്? നമുക്ക് വ്യൂവിങ് സ്ക്രീനിലെ ആ ക്രോസ് ലൈൻ സ്ക്രൂ ത്രെഡിലെ ഏതെങ്കിലുമൊക്കെ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. നമ്മൾ ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പിൽ കണ്ട പോലെ. Below the glass table, a light source and condensing or collimating lens system exists. നമ്മൾ ഈ കണ്ട പോലെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടാകും, കണ്ടൻസിങ് ലെൻസ് ഉണ്ടാകും, ദെൻ ലൈറ്റ് സ്ക്രീൻ വരെ എത്തുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വേറൊരു ടൈപ്പ് പ്രൊഫൈൽ പ്രൊജക്ടർ. അപ്പോൾ ഇവിടെ സ്ക്രീൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. വർക്ക് ടേബിൾ എന്ന് പറയുന്നതാണ് ഈ കാണുന്നത്. It
consists of a screen where the image of the workpiece is projected with the help of mirrors and lenses. One of the application of the profile projectors are used to check the thread form and flying angle. അപ്പോൾ ത്രെഡ് അതിൻ്റെ ഫോം എങ്ങനെയാണ് നമ്മൾ കണ്ടു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ത്രെഡ് ഫോംസ്. അതോടൊപ്പം തന്നെ ഫ്ലൈങ് ആംഗിളൊക്കെ ചെക്ക് ചെയ്യാൻ, പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേജർ ഡയമീറ്റർ, മൈനർ ഡയമീറ്റർ, ത്രെഡ് ഡെപ്ത്ത്, ത്രെഡ് ആംഗിൾ, പിച്ച് ഡയമീറ്റർ, പിച്ച് ഒക്കെ നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തുകൊണ്ട് മെഷർ ചെയ്യാൻ സാധിക്കും. ദെൻ വർക്കിംഗ്, ഈ കാണുന്നതാണ് സ്ക്രീൻ. The projectors are equipped with a light source, a lens system, work holding fixtures, projection optics and screen. There are two light sources used. Among them, one is used to produce the shadow image of the workpiece and the other one is used to produce a reflected image of the face of the workpiece. അതായത് ഇതാണ് വർക്ക് ടേബിൾ എന്ന് കരുതുക. ഇതിന് മുകളിലായിട്ട് വർക്ക് പീസ് ഉണ്ടെങ്കിൽ ഒരു ലൈറ്റ് സോഴ്സ് ഇവിടെ ഉണ്ടാകും, ഒരു ലൈറ്റ് സോഴ്സ് ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഈ ലൈറ്റ് സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഷാഡോ ഇമേജ് കിട്ടും. ഈ ഒരു ലൈറ്റ് സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിഫ്ലക്റ്റഡ് ഇമേജും സ്ക്രീനിൽ അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞാൽ കുറേ കൂടെ ക്ലാരിറ്റി കൂട്ടുക എന്ന ഉദ്ദേശത്തോടെ. അപ്പോൾ one light is used to produce the shadow image of the workpiece and the other one is used to produce a reflected image of the face of the workpiece. Then the light rays from the lens are directed in the cabinet, prisms and mirrors. The enlarged image of the thread is projected on the screen. അപ്പോൾ ഇത്തരത്തിൽ ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഷാഡോ ഇമേജ്, റിഫ്ലക്റ്റഡ് ഇമേജ് അത് കറക്റ്റായിട്ട് മിറേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് സ്ക്രീനിൽ എൻലാർജ് ചെയ്ത് ഒരു നല്ല ഇമേജ് ആയിട്ട് നമ്മുടെ വർക്ക് പീസ് അല്ലെങ്കിൽ സ്പെസിമെൻ്റെ എല്ലാവരുടെ ഇമേജ് ആയിട്ട് കാണിക്കുന്നു. ദെൻ ദ ഐഡിയൽ ആൻഡ് ആക്ച്വൽ ഫോംസ് ആർ കമ്പയർഡ് ഡ്യൂറിങ് ദ മെഷർമെൻറ്റ്. ഇനി അതിനുശേഷം നമുക്ക് ആ സ്ക്രീൻ നോക്കിക്കൊണ്ട് ആ ത്രെഡിൻ്റെ ഫോം എങ്ങനെയാണ്, ത്രെഡിൻ്റെ നേച്ചർ എങ്ങനെയാണ്, ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കാൻ സാധിക്കും. ദിസ് മെത്തേഡ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു എക്സ്റ്റേണൽ ത്രെഡ്സ്. നമുക്കറിയാം ഇൻറ്റേർണൽ ത്രെഡിൻ്റെ ഈ ഒരു മെത്തേഡ് സ്യൂട്ടബിൾ അല്ല. അപ്പോൾ എക്സ്റ്റേണൽ ത്രെഡിന് മാത്രമേ ഈ ഒരു മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ളൂ. ദെൻ പ്രൊഫൈൽ പ്രൊജക്ടർ ഈസ് ആൻ ഇമേജ് പ്രൊജക്റ്റിംഗ് ഡിവൈസ്. ഇറ്റ് പ്രൊജക്ട്സ് ദ ഔട്ടർ സർഫസ് ടു ബി വ്യൂഡ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആൻ ഒപ്റ്റിക്കൽ പ്രൊട്ടക്ടർ ഓർ ഒപ്റ്റിക്കൽ കമ്പാരറ്റർ. Then it projects the enlarged image of the surface to be viewed on a glass screen. From this image, the measurements are done either directly or indirectly. Then the projector has a table which can be viewed laterally and from front to back. നമ്മൾ കൊണ്ട് 2 മൈക്രോമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണോ ടേബിൾ മൂവ് ചെയ്യുന്നത് അതേ രീതിയിൽ ഇവിടെയും പ്രൊഫൈൽ പ്രൊജക്ടറിൽ നമുക്ക് മൈക്രോമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് ടേബിൾ മൂവ് ചെയ്യാം. Then the projector can be easily elevated or lowered at an angle within some limits. The workpiece to be measured on the table and the enlarged view displayed on the screen. The movement of the workpiece is measured by a micrometer. To count the movement of the workpiece, the cross lines are provided on the screen. അപ്പോൾ നമ്മൾ ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പിൽ കണ്ട അതേ രീതിയിൽ തന്നെ ഇവിടെയും ആ എൻലാർജ്ഡ് സ്ക്രീനിൽ ഇതാണ് ആ എൻലാർജ്ഡ് സ്ക്രീനെങ്കിൽ അവിടെ ഒരു ക്രോസ് ലൈൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ എന്തൊക്കെ കാണാൻ പറ്റും? നമ്മുടെ ത്രെഡ് കാണാൻ പറ്റും, അതോടൊപ്പം തന്നെ ക്രോസ് ലൈനും കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ക്രോസ് ലൈനും ത്രെഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? നമുക്ക് വർക്ക് ടേബിൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ക്രസ്റ്റിൽ ആ ക്രോസ് ലൈനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ദെൻ അതിനുശേഷം ഒരു മൈക്രോമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് ത്രെഡിനെ മൂവ് ചെയ്ത് ക്രോസ് ലൈൻ അടുത്ത ക്രസ്റ്റിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പിച്ച് മെഷർ ചെയ്യാം. ഇതുപോലെ ഒരു ക്രസ്റ്റിൽ നിന്ന് അടുത്ത ക്രസ്റ്റിലേക്ക് ക്രോസ് ലൈനെ കൊണ്ടുപോയി മേജർ ഡയമീറ്റർ, ഒരു റൂട്ടിൽ നിന്ന് അടുത്ത റൂട്ടിലേക്ക് കൊണ്ടുപോയി മൈനർ ഡയമീറ്റർ, പിച്ച് ഡയമീറ്റർ, ത്രെഡ് ആംഗിൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ഒരു ത്രെഡിൻ്റെ കുറേ കാര്യങ്ങൾ ടെർമിനോളജീസ് നമുക്ക് ഈ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് മെഷർ ചെയ്യാൻ സാധിക്കും. The profile projector is housed with a number of magnifying lenses to enlarge the images to 10, 20 or 30 or more times the size of the object.
ഈ കാണുന്നത് ജസ്റ്റ് ഒരു ആംഗിൾ മെഷർ ചെയ്യുന്ന കേസാണ്. അപ്പോൾ അവിടെയായിട്ട് ഫസ്റ്റ് ഗെറ്റ് ദ ഷാർപ്പ് ഇമേജ് ഓഫ് ദ സ്പെസിമെൻ. നമുക്ക് ആദ്യം നമ്മുടെ സ്ക്രീനിൽ ഇമേജ് കിട്ടും, ആ സ്പെസിമെൻ്റെ ഇമേജ് കിട്ടും, അതോടൊപ്പം തന്നെ ക്രോസ് ലൈനും നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നമ്മുടെ സ്പെസിമെൻ എങ്കിൽ ആ സ്പെസിമെൻ ഒരു സൈഡിലായിട്ട് ക്രോസ് ലൈൻ നമ്മളിങ്ങനെ ചേർത്ത് വെക്കുന്നു. ദെൻ അതിനുശേഷം ആ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ആ ക്രോസ് ലൈൻ്റെ കണ്ടോ ഈ ലൈൻ ഇത്തരത്തിൽ ഇങ്ങോട്ട് ചേർത്ത് വെച്ചുകൊണ്ട് എന്തുമാത്രമാണ് ആംഗിൾ എന്നുള്ളത് മെഷർ ചെയ്യാൻ സാധിക്കുന്നു. ഇതുപോലെ തന്നെ ഒരു ഹോളിൻ്റെ ഡയമീറ്റർ ആണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഹോളുണ്ട്, ഇപ്പോൾ ത്രെഡ് മാത്രമല്ല ഒരു ഹോൾ ഉണ്ടെങ്കിൽ ആ ഹോൾ നമുക്ക് പ്ലേസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ക്രോസ് ലൈനെ മൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഹോളിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ മേജറായിട്ടും ത്രെഡ് അതിൻ്റെ കാര്യങ്ങളാണ് മെഷർ ചെയ്യേണ്ടത്. അതുകൊണ്ട് ക്രോസ് ലൈൻ വർക്ക് പീസ് മൂവ് ചെയ്തുകൊണ്ട് ത്രെഡ് മൂവ് ചെയ്തുകൊണ്ട് ക്രോസ് ലൈനെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ ത്രെഡിൻ്റെ ഇമേജിൻ്റെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ ക്രോസ് ലൈനെ കൊണ്ട് എത്തിക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ മെഷർ ചെയ്യാം. പിച്ച് ആയിക്കോട്ടെ, മേജർ ആയിക്കോട്ടെ, മൈനർ ഡയമീറ്റർ ആയിക്കോട്ടെ, ത്രെഡ് ആംഗിൾ ആയിക്കോട്ടെ, ഒക്കെ മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ എല്ലാവരുടെ സ്ക്രീൻ തന്നെ ഔത്തിലായിരിക്കും ക്രോസ് ലൈൻ ഉണ്ടാകുക. അതോടൊപ്പം തന്നെ ആ സ്ക്രീനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ക്രോസ് ലൈനെ നമുക്ക് ടിൽറ്റ് ചെയ്ത് ഫ്ലൈയിങ് ആംഗിളും ത്രെഡ് ആംഗിളും ഒക്കെ മെഷർ ചെയ്യാൻ സാധിക്കും, ലൈക്ക് ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പ്. ദെൻ അഡ്വാൻറ്റേജസ്. ബോത്ത് ഐസ് ക്യാൻ ബി യൂസ്ഡ് ടു വ്യൂ ദ പ്രൊജക്റ്റഡ് ഇമേജ്. അപ്പോൾ നമ്മൾ ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പിൽ നമുക്ക് ഒരു ഐ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ സ്ക്രീൻ വിസിബിൾ ആകുക. പക്ഷേ ഇവിടെ നമുക്ക് രണ്ട് ഐസും യൂസ് ചെയ്തുകൊണ്ട് സ്ക്രീൻ വിസിബിൾ ആകാം. ദെൻ അതോടൊപ്പം തന്നെ എൻലാർജ്ഡ് ആയിട്ടുള്ള വ്യൂ കിട്ടും. അതോടൊപ്പം തന്നെ ആ എൻലാർജ്ഡ് വ്യൂവിൽ നിന്ന് ത്രെഡ്, അതിൻ്റെ ഫോം, അതോടൊപ്പം തന്നെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ദ പെർമനൻറ്റ് റെക്കോർഡ് ക്യാൻ ബി മെയ്ഡ് ബൈ ഫിക്സിങ് എ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ബൈ റീപ്ലേസിങ് ദ സ്ക്രീൻ. ദെൻ ഈ സ്ക്രീനിൽ നമ്മളൊരു ഓയിൽ പേപ്പറോ എല്ലാം പ്ലേസ് ചെയ്തുകൊണ്ട് ആ ത്രെഡിൻ്റെ ഷേപ്പ് നമുക്ക് ഡ്രോ ചെയ്ത് എടുത്തുകൊണ്ട് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള റെക്കോർഡ് കീപ്പ് ചെയ്യാനും പ്രൊഫൈൽ പ്രൊജക്ടർ യൂസ് ചെയ്തുകൊണ്ട് സാധിക്കും. ദെൻ മെനി ഒബ്സർവേഴ്സ് ക്യാൻ വ്യൂ ദ ഇമേജ് അറ്റ് എ ടൈം. അപ്പം ഒരേ സമയം കുറേ പേർക്ക് ഈ സ്ക്രീൻ കാണാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പിൽ ഒരാൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പേര് ഡിസ്കസ് ചെയ്തുകൊണ്ടോ പലരും ഡിസ്കസ് ചെയ്തുകൊണ്ടോ ഒരു ടൂൾ മേക്കേഴ്സ് പ്രൊഫൈൽ പ്രൊജക്ടർ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പ് പോലെ തന്നെ ഉള്ള ഒരു ഡിവൈസാണ് പ്രൊഫൈൽ പ്രൊജക്ടറും. പക്ഷേ പ്രൊഫൈൽ പ്രൊജക്ടറിൽ എല്ലാവർക്കും വ്യൂ കിട്ടുന്നു. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പിൽ നടക്കുന്ന മെഷർമെൻറ്റ്സ് ഒക്കെ അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഇവിടെയും നടത്തുക. പിന്നെ വ്യത്യാസം എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങൾക്ക് മാത്രമാണ്. ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പിൽ ഐ പീസിന് അടുത്തായിട്ട് നമുക്ക് ആ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ആ സ്ക്രീനിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യാനുള്ള, പ്രൊഫൈൽ പ്രൊജക്ടറിൽ ആ സ്ക്രീനിൽ തന്നെ നമ്മൾ വ്യൂ ചെയ്യുന്ന സ്ക്രീൻ തന്നെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ടാകും. അത്തരത്തിൽ ക്രോസ് ലൈൻ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇനി സർഫസ് ടെക്സ്ചർ എന്താണ്, അതോടൊപ്പം തന്നെ അതിൽ യൂസ് ചെയ്യുന്ന കുറേ ടെർമിനോളജീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോകാം. താങ്ക് യു.